നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു പിറന്നുവോ? ഇന്ന് 2025 വ്യാഴാഴ്ച, ഡിസംബർ 25 വ്യാഴാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2600 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അളിയൻ്റെ മരണവും അതോടനുബന്ധിച്ച് ശുശ്രൂഷകളും കാരണം ഈ ദിവസങ്ങളിലെല്ലാം ലേഖനം എഴുതിയെങ്കിലും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകി. ഇന്ന് വീണ്ടും ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അതിലെ ഡിസംബർ 25 ലേഖനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഞാൻ 50 കൊല്ലമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാറില്ല, അനുഭവിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:10-11 വാക്യങ്ങളിൽ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ഇന്ത്യയിൽ, ഈ ജനാധിപത്യ രാജ്യത്ത് ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർക്ക് ഭയമാണ്. പണ്ട് ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തു വിശ്വാസികൾ വലിയ ഭയത്തിലായിരുന്നു. ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ സൗൽ എന്ന ഒരാളെ കാണാം. അയാൾ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു എന്നാണ് പ്രവർത്തികൾ 8:3 വായിക്കാൻ കഴിയുന്നത്. പ്രവർത്തികൾ 9:1 ഇതേ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് വായിക്കുന്നത്. 9:2 ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ ആളുകളിൽ നിന്ന് അദ്ദേഹം എന്ത് വാങ്ങി? അദ്ദേഹം അനുവാദം വാങ്ങി. അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നും ഈ ഭാരതത്തിൽ കേന്ദ്ര ഭരണപക്ഷത്തിൻ്റെ അധികാരം ഉള്ളവരെ പോലെ കുറേ പേർ ഇറങ്ങി നടക്കുന്നുണ്ട്. കേന്ദ്ര ഭരണപക്ഷത്തിൻ്റെ ക്രിസ്ത്യൻ വിശ്വാസികൾ ഉപദ്രവിക്കുന്നവർക്ക് ജീവപര്യന്തം ശിക്ഷയുണ്ടാകും എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന വർഗീയതയെ ഇന്ന് ഇന്ത്യയിലുള്ളൂ. പക്ഷേ അത് നരേന്ദ്രമോദി തീരുമാനിക്കില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ഇതൊക്കെയാണെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച ധാരാളം ഹിന്ദുക്കളെയും നമുക്ക് അടുത്തറിയാൻ കഴിയും. ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളും ഹിന്ദുത്വ തീവ്രവാദികളായിരുന്നു എങ്കിൽ നമ്മളൊന്നും ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നേ ഇല്ല. കേരളത്തിൽ ബി ജെ പി ഭരണം പിടിക്കാത്തതിൻ്റെ ഏക കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ഹിന്ദുത്വ തീവ്രവാദികൾ അല്ലാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്കും തർക്കമൊന്നുമില്ലല്ലോ. ഗലാത്യ ലേഖനം 4:19 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്നൊരു വിളിയുണ്ട്. ഇന്ന് ഈ ലേഖനങ്ങളിൽ കൂടെയും വോയിസ് ഓഫ് സദ്ഗമയും ആഗ്രഹിക്കുന്നത് ഈ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ ബൈബിളിലേക്ക് തിരിഞ്ഞ് ആത്മരക്ഷയെക്കുറിച്ച് പഠിക്കണം. സുവിശേഷം ഒരിക്കലും ഒരു തീവ്രവാദ ചിന്തയുള്ള സംഭവമല്ല. ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സത്യം സംസാരിക്കും എന്ന് മാത്രം. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ മതം മാറ്റുക എന്നതല്ല. അങ്ങനെ ഒരു ലക്ഷ്യം ഞങ്ങൾക്കില്ല. എന്നാൽ നിങ്ങൾ മനം മാറണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ പാപികളാണ് എന്നും പാപമോചനം പ്രാപിക്കാതെ മരിച്ചാൽ നരകത്തിൽ പോകുമെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ നരകത്തിൽ പോകാതിരിക്കാനുള്ള വഴി നിങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നേർച്ച കാഴ്ചകൾ ചെയ്യുന്നതും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും മറ്റു പല വഴികൾ നോക്കുന്നതും. എന്നാൽ യെശയ്യാ പ്രവാചകൻ 53:5 പറയുന്നു, എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ക്രിസ്തുവിൻ്റെ മേൽ ആയി. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കി മതം മാറാതെ മനം തിരിഞ്ഞ് സുവിശേഷം വിശ്വസിക്കണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605558181. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ആമേൻ.